കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്തത് ശ്വാസം എടുത്തുകൊണ്ട് തലകൾ പിറകോട്ട് കൊണ്ടുപോയി, ശ്വാസം വിട്ടുകൊണ്ട് തലകൾ കീഴ്പോട്ട് കൊണ്ടുപോകും, ശ്വാസം എടുത്തുകൊണ്ട് തല പിറകോട്ട് കൊണ്ടുപോയി. ഒപ്പം കണ്ണുകൂടി പോകണം. ശ്വാസം വിട്ടുകൊണ്ട് തല കീഴ്പോട്ട് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് തല വലത് സൈഡിലേക്ക് കൊണ്ടുപോയി, ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുപോയി, ശ്വാസം വിട്ടുകൊണ്ട് തല ഇടത് സൈഡിലേക്ക് കൊണ്ടുപോയി, ശ്വാസം വിട്ടുകൊണ്ട് തല നേരെ കൊണ്ടുപോയി, എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോയി, ശ്വാസം വിട്ടുകൊണ്ട് തല വലത് സൈഡിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നാൽ നിൽക്കണം കുറച്ച് നേരം, എന്നിട്ട് വേണേ ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുപോകും, ശ്വാസം വിട്ടുകൊണ്ട് തല ഇടതുവശത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു പിടുത്തം വരും. ഈ പിടുത്തം നമ്മൾ അനുഭവിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നേരെ പോകണം. ഇത്ര ചെയ്തത്. ഇത് മറന്നുപോയില്ലോ. പിന്നെ നമ്മൾ ചെയ്തത് ഒരു സിംഹാസനം ചെയ്തു. അത് ഈ തൈറോയിഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ്. നാവ് പുറത്തേക്ക് ഇട്ടത് ഇവിടെയാണ്. രണ്ടാമത് നമ്മൾ കണ്ണിന്റെ സാധകം ചെയ്തു. ശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ മുകളിലേക്ക് കൊണ്ടുപോയി, ശ്വാസം വിട്ടുകൊണ്ട് കണ്ണുകൾ കീഴ്പോട്ട് കൊണ്ടുപോയി, ശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ മുകളിലേക്ക് കൊണ്ടുപോയി, ശ്വാസം വിട്ടുകൊണ്ട് കണ്ണുകൾ കീഴ്പോട്ട് കൊണ്ടുപോയി. ഇതിങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ കണ്ണിനെ വലത് സൈഡിലേക്ക് ഇടത് സൈഡിലേക്ക് കൊണ്ടുപോകണം. ചിലപ്പോൾ ശ്വാസം കൃത്യമായിട്ട് പാലിക്കണമെന്നില്ല, നമ്മളൊന്നും ചെയ്താൽ മതി. പിന്നെ കണ്ണിനെ നമ്മൾ ആന്റി ഗ്ലൂക്കോസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഗ്ലൂക്കോസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇത്ര ചെയ്തു. ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്തു. ഈ കൈൻ്റെ തുമ്പത്ത് നോക്കണം. അവിടെ നിൽക്കണം കുറച്ചു നേരം. തല തിരിയരുത്, കണ്ണ തിരിയാൻ പാടും. ഇനി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകും. കീഴ്പോട്ടുണ്ട്. ഇനി റൊട്ടേറ്റ് ചെയ്യും. ആദ്യം തിരിച്ചും ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ആന്റി ക്ലോക്ക്വൈസ് ചെയ്തിട്ട് പിന്നെ ക്ലോക്ക്വൈസ് ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കുക. ഇതിന്റെ അഡ്വാൻറ്റേജ് നമ്മളെ കണ്ണിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും,
കണ്ണിൻ്റെ കൃഷ്ണമണി ശരിക്കും ചലിക്കും. അതുപോലെ റെറ്റിനയുടെ പവർ വർദ്ധിക്കും. കണ്ണടയുടെ ഗ്രേഡ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ ഒരുപാട് പ്രയോജനമുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് റെറ്റിനോപ്പതി വരുന്നുണ്ട് കണ്ണിന് ഷുഗർ ഉള്ളവർക്ക്. ഒരു 10% പേർക്ക് ഇന്നലെ നാളെ ഉണ്ടാവും അത്. ഭയങ്കര വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച കുറയും, കാഴ്ച പോവാം. 20,000 ഒരു ഇഞ്ചക്ഷൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കേണ്ട കണ്ണിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ദിവസം ചെയ്താൽ മതി, ഒന്നും പിടിക്കുന്ന കണ്ണിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യണം. പിന്നെ കണ്ണിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള ഒരു ക്രിയ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതല്ല കണ്ണിന്റെ കടയ്ക്കാണ് ഒരു 10 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ അത് വീണ്ടും 10 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ 10 അല്ല, ഒരു 30 പ്രാവശ്യം ചെയ്യണം. ഞാനിപ്പോൾ സമയമില്ലാത്തതിൻ്റെ 10 പ്രാവശ്യം ചെയ്യണം. പിന്നെ ഇവിടെ എങ്ങനെ ചെയ്യാം? പുരുകത്തിൻ്റെ സെൻറ്റർ ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ്. പിന്നെ കണ്ണിൻ്റെ കടയ്ക്കൽ ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ്. കണ്ണിൻ്റെ താഴെ ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ്. പിന്നെ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് സമാപിക്കുമ്പോൾ ഇങ്ങനെ കണ്ണൊന്ന് കൂട്ടിത്തിരിഞ്ഞു ചൂടായിട്ട് കൈ ഉണ്ടായി. പിന്നെ ഇങ്ങനെ മുഴുവൻ ഇത്രയും കാര്യം നമ്മൾ കൃത്യമായി ശിരസിന് വേണ്ടി ചെയ്യണം. സർവേന്ദ്രിയാണം നയനം പ്രധാനം. നമ്മളുടെ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കണ്ണ്. അപ്പൊ കണ്ണിനെ കൃത്യമായി സൂക്ഷിക്കണം. ഇത് മാത്രം ചെയ്താൽ പോരാ, ആഹാരത്തിലും ശ്രദ്ധ പാലിക്കണം. ശരിയായിട്ടുള്ള ശരീരത്തിൽ കണ്ണിന് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കണം. ഇലക്കറികൾ കഴിക്കണം. കുറച്ച് ഫ്രൂട്ട്സ് പഴങ്ങളും കഴിക്കണം. അതുപോലെ തന്നെ ഷുഗർ കുറച്ച് നിർത്തണം. മരുന്ന് കഴിച്ചല്ല ഷുഗർ കുറയ്ക്കേണ്ടത്, ആഹാരത്തിലൂടെയും വ്യായാമത്തിലും ഷുഗർ കുറച്ച് നിർത്തണം. ഒന്നും പേടിക്കേണ്ട, നിങ്ങളുടെ കണ്ണ് എന്നും ശക്തമായി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഓക്കെ.